കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ? 600-ലധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സുവർണ അവസരം നിങ്ങൾ പാഴാക്കരുത്. മെക്കാനിക്കൽ ആൻഡ് സിവിൽ ടോപ്പിക്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ കഴിഞ്ഞ ഓവർസിയർ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ടെക് PSC നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായി എത്തിയിരിക്കുന്നു. ഓവർസിയർ ഗ്രേഡ് 3 തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ടെക് PSC ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. Hello friends, surveying എന്ന സബ്ജക്റ്റിലെ റേഞ്ചിങ് അതേപോലെ ഫീൽഡ് വർക്ക് ഇൻ സർവേയിങ് എന്ന സബ് ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ലൊക്കേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ എ സർവേ ലൈൻ ഇസ്. ഓക്കെ, നമ്മൾ സർവേ ചെയ്യാൻ നേരം നമ്മൾ പല പോയിന്റ്സ് ഫിക്സ് ചെയ്യുന്നത്, അതായത് എൻ പോയിന്റ്സ്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻ പോയിന്റിനും ഇടയ്ക്കായിട്ട് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ റേഞ്ചിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റേഞ്ചിങ്ങിൻ്റെ ആവശ്യകത? ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 50 മീറ്ററുള്ള ഒരു 50 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു പ്ലോട്ടിൻ്റെ സൈഡ് എനിക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 20 മീറ്ററിൻ്റെ ചെയിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ലെങ്ത് കൂടുതലാണ്. എനിക്ക് ഒരു ഒറ്റ ചെയിൻ കൊണ്ട് എനിക്ക് ആ ഒരു ലെങ്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് പോയിന്റ്സ് ഫിക്സ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ആദ്യത്തെ ഇന്റർമീഡിയറ്റ് പോയിന്റ് വരെ ചെയിൻ യൂസ് ചെയ്ത് ഞാൻ മെഷർമെന്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ആ ഇന്റർമീഡിയറ്റ് പോയിന്റ് തൊട്ട് അടുത്ത പോയിന്റ് വരെ ഞാൻ ചെയിൻ യൂസ് ചെയ്ത് മെഷർമെന്റ് എടുക്കുന്നു. എന്നിട്ട് ഈ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് റേഞ്ചിങ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, റേഞ്ചിങ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് മെഷർ ചെയ്യേണ്ട ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ചെയിനിന്റെ ലെങ്ത്തിനേക്കാൾ കൂടി വരുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് റിക്വയർഡ് ഫോർ ഡയറക്റ്റ് റേഞ്ചിങ് ഇസ്. ഇപ്പം ഈ പറഞ്ഞ റേഞ്ചിങ് പ്രോസസ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് റേഞ്ചിങ് ആൻഡ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. അപ്പം എന്താണ് ഡയറക്റ്റ് റേഞ്ചിങ്? അപ്പം നേരത്തെ പറഞ്ഞ കൂട്ട് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഇന്റർവിസിബിൾ ആണെങ്കിൽ, അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാൽ എൻഡ് പോയിന്റ് കാണാൻ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ റേഞ്ചിങ് ചെയ്യുമ്പോൾ അതിനെ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് വിളിക്കുന്നു. എന്നാൽ 2 എൻഡ് പോയിന്റ്സും ഇന്റർവിസിബിൾ അല്ല എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നടുക്കൊരു ഹില്ല് വരുന്നു, അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാൽ എനിക്ക് എൻഡ് പോയിന്റ് വരുന്നത് ഹില്ലിന്റെ അപ്പുറത്താണ് എങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ റേഞ്ചിങ് നമുക്ക് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഹില്ലിന്റെ മുകളിൽ കൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോസസ്സിനെ നമ്മൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഡയറക്റ്റ് റേഞ്ചിങ്ങിന് നമുക്ക് എത്ര റേഞ്ചിങ് റോഡ്സ് മിനിമം വേണ്ടി വരുന്നു എന്നതാണ്. കറക്റ്റ് ആൻസർ ഇസ് 3 റേഞ്ചിങ് റോഡ്സ്. ഇത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ കേസിൽ ഇപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാനൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്തു, എൻഡ് പോയിന്റിൽ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്തു. ഈ 2 പോയിന്റ്സും തമ്മിൽ ഇന്റർവിസിബിൾ ആണ്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് എൻഡ് പോയിന്റിനെ നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് നടുക്കായിട്ട് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നടുക്കായിട്ട് എനിക്കൊരു റേഞ്ചിങ് റോഡ്, മൂന്നാമത്തെ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് റിക്വയർഡ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 3. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരെണ്ണം, എൻഡ് പോയിന്റിൽ ഒരെണ്ണം, നടുക്ക് നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഏതാണ് ഫിക്സ് ചെയ്യുന്നത് അവിടെ ഒരെണ്ണം വേണ്ടി വരുന്നു. ഇത് എപ്പോഴാണ് വരുന്നത്? ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്താൽ മതി എങ്കിൽ 3 നമുക്ക് റേഞ്ചിങ് റോഡ്സേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നടുക്കൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് മതിയെങ്കിൽ നമുക്ക് 3 റേഞ്ചിങ് റോഡ്സിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. എവിടാണ്? ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് റേഞ്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ,
മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് റിക്വയർഡ് ഫോർ ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, പിന്നെ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ എത്ര മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് വേണ്ടി വരുന്നു? അപ്പോൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്താണെന്ന് മുമ്പേ പറഞ്ഞതാണ്. നമുക്ക് രണ്ട് പോയിന്റ്സ് എൻ പോയിന്റ്സ് തമ്മിൽ ഇന്റർവിസിബിൾ അല്ല എങ്കിൽ, അപ്പോൾ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, നടുക്ക് ഒരു ഹില്ല് വരുന്നു അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രൗണ്ട് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, എൻ പോയിന്റ് ബി ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ബി വിസിബിൾ ആയിരിക്കില്ല, കാരണം ഐ ഹാവ് എ ഹിൽ ഇൻ ബിറ്റ്വീൻ. ഹിൽ അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രൗണ്ട് നടുക്കുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വിസിബിൾ അല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകിൽ ഏറ്റവും ടോപ്പിൽ, ഈ ഹില്ലിൻ്റെ ടോപ്പിൽ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ ഈ ഹില്ലിൻ്റെ ഹൈറ്റ് വേരി ചെയ്യുന്ന അനുസരിച്ച് ഒരുപാട് ഹൈ ആണ് എങ്കിൽ ഒരൊറ്റ റേഞ്ചിങ് റോഡും ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് മാത്രം ഒരു റേഞ്ചിങ് റോഡ് വെച്ചുകൊണ്ട് എനിക്ക് ഈ രണ്ട് പോയിന്റ്സും വിസിബിൾ ആയെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എയിൽ നിന്നും ഞാൻ ഒരു പർട്ടിക്കുലർ ഹില്ലിൻ്റെ ഒരു പർട്ടിക്കുലർ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് താഴെയായിട്ട് ഞാനൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു അറ്റ് പോയിന്റ് എം. അപ്പോൾ എയും എമ്മും തമ്മിൽ വിസിബിൾ ആയിരിക്കും. അപ്പോൾ എ തൊട്ട് എം വരെ എനിക്ക് ചേഞ്ച് ചെയ്ത് എനിക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. ഇനി എമ്മിൽ നിന്നും ഹില്ലിൻ്റെ അപ്പുറത്തെ സൈഡിൽ വിസിബിൾ ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്നിൽ ഞാൻ അടുത്ത റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് എമ്മിൽ നിന്നും എൻ ഇന്റർവിസിബിൾ ആയിരിക്കും. അപ്പോൾ എമ്മും എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ ചേഞ്ച് ചെയ്ത് എടുക്കുന്നു. ഇനി എന്നിൽ നിന്ന് ബി എനിക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ എമ്മിൽ നിന്ന് എൻ എന്ന പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഫിക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് പോയിന്റ് എൻ ഇസ് ഇന്റർവിസിബിൾ ടു ബോത്ത് എം ആൻഡ് ബി. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ കേസ് വരുമ്പോൾ മിനിമം നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് എത്ര വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 4. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരെണ്ണം, എൻ പോയിന്റിൽ ഒരെണ്ണം, പിന്നെ നടുക്ക് രണ്ടെണ്ണമായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 4. അപ്പോൾ ഓർത്തോളുക, ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമുക്ക് 3 റേഞ്ചിങ് റോഡ്സും വേണം, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമുക്ക് 4 റേഞ്ചിങ് റോഡ്സും വേണം. അടുത്ത ക്വസ്റ്റ്യൻ. Both ends of the lines may be visible from intermediate points on the line. This case comes under which among the 3 kinds of obstacles to chaining? ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഒബ്സ്റ്റക്കിൾസ് ടു ചെയിനിങ് എന്ന ടോപ്പിക്ക്. അപ്പോൾ ചെയിനിങ് ചെയ്യാൻ നേരം, ചെയിനിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്ത് ലൈൻ മെഷർമെൻറ്റ്, ലെങ്ത് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചെയിനിങ് ചെയ്യാൻ നേരം പല ടൈപ്പ് ഒബ്സ്റ്റക്കിൾസ് വരാറുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഒബ്സ്റ്റക്കിളാണ്. ആദ്യത്തേത് ഒബ്സ്റ്റക്കിൾ ടു റേഞ്ചിങ് ആൻഡ് നോട്ട് ചെയിനിങ്. ഇപ്പോൾ ഒബ്സ്റ്റക്കിൾ ടു റേഞ്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് നമുക്ക് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു ബിക്കോസ് ഓഫ് എനി ഒബ്സ്റ്റക്കിൾ. കാരണം 2 എൻ പോയിന്റ്സും തമ്മിൽ വിസിബിൾ ആയിരിക്കത്തില്ല. എന്നാൽ ചെയിനിങ്ങിന് ഒബ്സ്റ്റക്കിൾ അല്ല. അതായത് ചെയിനിങ് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റും, പക്ഷേ 2 പോയിന്റ്സും തമ്മിൽ ഇന്റർവിസിബിൾ അല്ലാതെ വരുന്നതുകൊണ്ട് നമുക്ക് റേഞ്ചിങ്ങിന് ഡിഫിക്കൽട്ടി വരുന്നു. അപ്പോൾ ഈ ഇതിന്റെ എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ ഹില്ല് നടുക്ക് വരിക എന്ന കേസ്. അപ്പോൾ ഈ ഒരു എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക, എൻ പോയിന്റ് ബി ആണെന്ന് വിചാരിക്കുക, നടുക്കൊരു ഹില്ല് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് റേഞ്ചിങ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ റേഞ്ചിങ്, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലേക്കൊക്കെ പോകേണ്ടി വരും. എന്നാൽ ചെയിനിങ്ങിന് തടസ്സമാകുന്നുണ്ടോ? ഇല്ല. കാരണം എനിക്ക് ചെയിനിങ് ചെയ്യാൻ പറ്റും. എനിക്ക് എ തൊട്ട് എയിൽ നിന്ന് ഹില്ലിൻ്റെ മുകളിലേക്ക് ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് എനിക്ക് ചേഞ്ച് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. ആ ടോപ്പ് പോയിന്റിൽ നിന്ന് തിരിച്ച് താഴെ അപ്പുറത്തെ സൈഡിലുള്ള ബി വരെയുള്ള ലെങ്ത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചെയിനിങ്ങിന് ഒബ്സ്റ്റക്കിൾ വരുന്നില്ല, റേഞ്ചിങ്ങിനാണ് ഒബ്സ്റ്റക്കിൾ വരുന്നത്. ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഇൻ ചെയിൻ സർവേ. അടുത്ത ടൈപ്പ് ഒബ്സ്റ്റക്കിൾ ആണ് ഒബ്സ്റ്റക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്. അപ്പോൾ ഇവിടെ ചെയിനിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ റേഞ്ചിങ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ നമുക്ക് ഫിക്സ് ചെയ്യാം ബിക്കോസ് ബോത്ത് ദ എൻഡ് പോയിന്റ്സ് ആർ ഇന്റർവിസിബിൾ. ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മൾ ചെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഏരിയയ്ക്കുള്ളിൽ ഒരു പോണ്ട് വരുവാണെങ്കിൽ, ഒരു പോണ്ടോ ഒരു ലേക്കോ ഒക്കെ വരുവാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഇവിടെ പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്, അത് രണ്ടുമാണ് എൻ പോയിന്റ്സ്. നടുക്കൊരു പോണ്ട് വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ചെയിനിങ് ഈ പോണ്ടിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ചെയിനോ ടേപ്പോ ഒന്നും നമുക്ക് ഈ പോണ്ടിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വലിച്ചു പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് റേഞ്ചിങ് ചെയ്യാൻ പറ്റും. അതായത് ഈ 2 പോയിന്റ്സും ഇന്റർവിസിബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് പോയിന്റ് സിയും പോയിന്റ് ഡിയും എന്ന 2 ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എനിക്ക് റേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. ചെയിനിങ് പറ്റില്ല എന്ന ഒരു ഇഷ്യൂവേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒബ്സ്റ്റക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് നടുക്ക് പോണ്ടോ ലേക്കോ വാട്ടർ ബോഡീസ് വരുമ്പോഴാണ് ഈ ഒരു കേസ് വരുന്നത്. മൂന്നാമത്തേതാണ് ഒബ്സ്റ്റക്കിൾ ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ്.
ചെയിനിങ്ങും ചെയ്യാൻ പറ്റത്തില്ല, റേഞ്ചിങ്ങും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ എക്സാമ്പിൾ ആണ് നടുക്കൊരു ബിൽഡിംഗ് വരുവാണെങ്കിൽ. ഇപ്പൊ പോയിന്റ് എ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും പോയിന്റ് ബി എന്റെ എൻഡ് പോയിന്റും എന്ന് വിചാരിക്കാം. എ ബി എന്നുള്ള ലെങ്ത് ആണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. നടുക്കൊരു ബിൽഡിംഗ് വരുവാണെങ്കിൽ എനിക്ക് എയിൽ നിന്ന് നോക്കുമ്പോൾ ബി വിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നടുക്ക് എനിക്ക് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ എനിക്ക് ചെയിൻ ചെയ്യാൻ പറ്റുമോ? ചെയിനിങ്ങും ചെയ്യാൻ പറ്റില്ല. കാരണം നടുക്ക് ഈ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് ഒബ്സ്റ്റക്കിൾ ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ്. ഇവിടെ നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത് ബോത്ത് എൻഡ്സ് ആർ വിസിബിൾ ഫ്രം ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്. ഇന്റർമീഡിയറ്റ് പോയിന്റിൽ നിന്നും രണ്ട് എൻഡ്സും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസ് ഏത് ടൈപ്പ് ഒബ്സ്റ്റക്കിളിൽ വരുന്നു എന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഒബ്സ്റ്റക്കിൾ ടു റേഞ്ചിങ് ബട്ട് നോട്ട് ചെയിനിങ്. അതായത് ഈ ഒബ്സ്റ്റക്കിളിന്റെ രണ്ട് പോയിന്റ്സും തമ്മിൽ വിസിബിൾ ആണ് ഫ്രം ഇന്റർമീഡിയറ്റ് പോയിന്റ്സിൽ നിന്നും. അപ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ് അവിടെ പറ്റത്തില്ല. ഇന്റർമീഡിയറ്റ് പോയിന്റ്സിൽ നിന്ന് മാത്രമേ നമുക്ക് റേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഒബ്സ്റ്റക്കിൾ ടു റേഞ്ചിങ് ബട്ട് നോട്ട് ചെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, when it is possible to chain around the obstacle, that is a pond, hedge, etc., this case comes under which among the three kinds of obstacle to chaining? ഇപ്പോൾ പോണ്ട് പോലത്തെ ഒബ്സ്റ്റക്കിൾസ് വരുവാണെങ്കിൽ നമുക്ക് അതിന് ചുറ്റും നമുക്ക് ചെയിൻ ചെയ്തെടുക്കാൻ പറ്റും. റേഞ്ചിങ്ങിന് ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഏത് ടൈപ്പ് ഒബ്സ്റ്റക്കിളിൽ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഒബ്സ്റ്റക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, എ റിവർ ഇസ് ആൻ ഒബ്സ്റ്റക്കിൾ ടു. ഇത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോണ്ടിന്റെ കേസ് കൂട്ട് തന്നെ ഏത് വാട്ടർ ബോഡി നടുക്ക് വരുവാണെങ്കിലും ഇറ്റ് ഈസ് ആൻ ഒബ്സ്റ്റക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്. ഒബ്സ്റ്റക്കിൾ ടു റേഞ്ചിങ് ബട്ട് നോട്ട് ചെയിനിങ് ഇസ്, അതിന്റെ എക്സാമ്പിൾ ഏതാണ്? അതായത് റേഞ്ചിങ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ചെയിനിങ് ചെയ്യുന്ന കേസ് വരുന്നത് ഒരു ഹില്ല് അല്ലെങ്കിൽ ഹൈ ഗ്രൗണ്ട് ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. During chaining in a straight line, leader of the survey has 3 arrows, follower has 5 arrows. Distance of the follower from the starting point is. Okay, ഈ ക്വസ്റ്റ്യനിൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയിനിങ് ചെയ്യാൻ നേരം മുന്നിൽ പോകുന്ന ആളെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ചെയിൻ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 20 മീറ്റർ ചെയിൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു ആൾ മെഷർമെന്റ് എടുക്കുന്ന 2 ആൾക്കാർ വേണം. അപ്പോൾ അതിൽ ഒരാൾ ചെയിൻ വലിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മുന്നോട്ട് നടക്കുവാണ്. അപ്പോൾ ആ ചെയിനിന്റെ ലെങ്ത് 20 മീറ്റർ ആണെന്ന് വിചാരിക്കാം. നമുക്ക് മെഷർ ചെയ്യേണ്ട ലെങ്ത് ഒരു 100 മീറ്ററിൽ കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ 20 മീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഫുൾ ചെയിൻ ലെങ്ത് മെഷർ ചെയ്ത് കഴിയുമ്പോൾ ചെയിൻ മുന്നേ വലിച്ചുകൊണ്ട് പോകുന്ന ആൾ ലീഡറാണ്. ആ ലീഡർ അവിടെ ഒരു ആരോ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു സെറ്റിൽ യൂഷ്വലി 10 ആരോസ് ആണ് ഉള്ളത്. അപ്പോൾ ലീഡറിന്റെ കയ്യിലായിരിക്കും ഈ 10 ആരോസും ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 20 മീറ്റർ, അതായത് ഫുൾ ചെയിൻ ലെങ്ത് മെഷർ ചെയ്ത് കഴിയുമ്പോൾ ലീഡർ ആ പോയിന്റിൽ, ആ 20 മീറ്റർ മെഷർ ചെയ്ത് ആ ഒരു പോയിന്റിൽ ഒരു ആരോ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുന്നു. പിന്നീട് പുള്ളി മുന്നേക്ക് ഈ ചെയിനും വലിച്ചുകൊണ്ട് പോകും. അപ്പം അടുത്ത 20 മീറ്റർ മെഷർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും രണ്ടാമത്തെ ആരോ ഫിക്സ് ചെയ്യുന്നു. അപ്പം ലീഡർ ഓരോ ചെയിൻ ലെങ്ത്തിന്റെ മെഷർമെന്റും തീരുമ്പോഴേക്കും അവിടെ ആരോ ഫിക്സ് ചെയ്ത് പോകുന്നു. ഇനി പുറകിലെ ചെയിന് വലിച്ചു പിടിക്കുന്ന ആള്, ആ ആളെ നമ്മൾ ഫോളോവർ എന്നാണ് വിളിക്കുന്നത്. ഈ ഫോളോവർ ആദ്യത്തെ ആരോ, ഈ മെഷർമെന്റ് മുന്നോട്ട് പോകും തോറും ആദ്യത്തെ ആരോയിലേക്ക് എത്തുമ്പോൾ, അതായത് ആദ്യത്തെ 20 മീറ്റർ കഴിയുമ്പോൾ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആരോ ഊരി കൈ പിടിക്കും. അപ്പം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഫോളോവറിന്റെ കയ്യിൽ എത്ര ആരോസ് ഉണ്ടോ അത്രയും ടൈംസ് ഈ ചെയിൻ ലെങ്ത്തിന്റെ അത്രയും മെഷർമെന്റ് എടുത്തു, അല്ലെങ്കിൽ അത്രയും ഇപ്പം ഒരു 2 ആരോസ് കയ്യിലുണ്ടെങ്കിൽ 2 times 20 meters കവർ ചെയ്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോളോവറിന്റെ കയ്യിൽ എത്ര ആരോസ് ഉണ്ടോ ആ നമ്പർ ഓഫ് ആരോസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ചെയിൻ ചെയ്യുവാണെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഓൾറെഡി മെഷർ ചെയ്ത് കഴിഞ്ഞു എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഓർത്തോളുക, മുന്നിൽ പോകുന്ന ആളെ ലീഡർ എന്നും പുറകിൽ വരുന്ന ആളെ നമ്മൾ ഫോളോവർ എന്നും വിളിക്കുന്നു. ലീഡറിന്റെ കയ്യിൽ എപ്പോഴും 10 ആരോസ് വെച്ചാണ് മെഷർമെന്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലീഡറിന്റെ കയ്യിൽ 3 ആരോസും ഫോളോവറിന്റെ കയ്യിൽ 5 ആരോസും ഉണ്ട് എന്നാണ്. അപ്പോൾ ലീഡറിന്റെ കയ്യിൽ എത്ര ആരോ ഉണ്ട് നോക്കണ്ട, ഫോളോവറിന്റെ കയ്യിൽ എത്ര ആരോ ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ അത് വെച്ച് നമുക്ക് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഓൾറെഡി കവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് ആദ്യത്തെ ഇപ്പം ചെയിൻ ലെങ്ത്, ഫുൾ ചെയിൻ ലെങ്ത് 20 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 20 മീറ്റർ ഓൾറെഡി മെഷർ ചെയ്ത് കഴിയുമ്പോൾ ലീഡർ അവിടെ ഒരു ആരോ ഫിക്സ് ചെയ്തു. വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു, അടുത്ത 20 മീറ്റർ കവർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ആരോ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോകുന്നു ഓരോ ചെയിൻ ലെങ്ത് കഴിയുമ്പോൾ. പുറകെ വരുന്ന ഫോളോവർ ആദ്യത്തെ ഇവിടെ എത്തുമ്പോഴേക്കും, അതായത് 20 മീറ്റർ ക്രോസ് ചെയ്ത് ലീഡർ അടുത്ത 20 മീറ്റർ രണ്ടാമത്തെ ആരോ ഫിക്സ് ചെയ്തു. ഫോളോവർ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഈ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്ത ആരോ ഊരി കയ്യിൽ പിടിക്കുന്നു. അപ്പം അങ്ങനെ ഫോളോവറിന്റെ കയ്യിൽ 5 ആരോസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എത്ര ലെങ്ത് ഓൾറെഡി കവർ ചെയ്തു, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫോളോവർ വരെയുള്ള എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൗണ്ട് ചെയ്താലും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താലും മതി. നമ്പർ ഓഫ് ആരോസ് ഇൻ വിത്ത് ദ ഫോളോവർ ഇൻ ടു ചെയിൻ ലെങ്ത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കവേർഡ് കിട്ടും. അപ്പോൾ ഇവിടെ 5 ആരോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് വിൽ ബി 5 ചെയിൻ ലെങ്ത് ആയിരിക്കും ഓൾറെഡി ഫോളോവർ കവർ ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് 10 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 2 കിലോമീറ്റർ. ഓക്കെ, സർവേയിങ് എന്ന ടോപ്പിക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടേം ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്നുള്ളത്. റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ഡിസ്റ്റൻസും നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യുന്നു, അതിന് എത്ര ലെങ്ത് ആയിട്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നു, ആ ഒരു റേഷ്യോ ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന ഡൈമെൻഷൻ ഓഫ് ദ ഒബ്ജക്ട് ഇൻ ദ ഡ്രോയിങ്, ഡിനോമിനേറ്ററിൽ വരുന്നത് ആക്ച്വൽ ഡൈമെൻഷൻ ഓഫ് ദ ഒബ്ജക്ട്. ഇപ്പോൾ ഗ്രൗണ്ടിൽ 2 കിലോമീറ്റേഴ്സിനെ ഞാൻ മാപ്പിലേക്ക് വരയ്ക്കുമ്പോൾ അതിനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ബൈ 2 കിലോമീറ്റർ എന്നതായിരിക്കും എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അപ്പോൾ ഇതിനെ പിന്നീട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 സെൻറ്റിമീറ്റേഴ്സ് ആണ് മാപ്പിലുള്ള ഡിസ്റ്റൻസും ഗ്രൗണ്ടിൽ അത് 2 കിലോമീറ്റേഴ്സും ആണ് എന്നതാണ്. അപ്പോൾ ഇതിനെ ഒരേ യൂണിറ്റ് ആയിട്ട്, അതായത് സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/20,000 എന്ന് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കിട്ടും. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് സ്കെയിൽ? ഓക്കെ, അപ്പോൾ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ കൂട്ട് നമ്മൾ മാപ്പിൽ യൂസ് ചെയ്ത ലെങ്ത് ഗ്രൗണ്ടിലുള്ള ഒറിജിനൽ ലെങ്ത്തും അതിൻ്റെ ഒരു റേഷ്യോനെ നമുക്ക് സ്കെയിലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഏതൊരു റേഷ്യോയും നമ്മൾ സ്കെയിൽ എന്ന് വിളിക്കുമ്പോൾ അത് 2 ടൈപ്പ് ഉണ്ടാകാം, ലാർജ് സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ. ഇനി എന്താണ് ഈ ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാർജ് സ്കെയിൽ മാപ്സ് ആർ ടിപ്പിക്കലി യൂസ് ടു ഷോ സൈറ്റ് പ്ലാൻസ്, ലോക്കൽ ഏരിയാസ്, നെയ്ബർഹുഡ് ടൗൺസ് എക്സെട്ര. അതായത് ചെറിയൊരു ഏരിയയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിനെയാണ് ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ ലാർജ് സ്കെയിലുകൾ നമ്മൾ പറയുമ്പോൾ അവിടെ വരുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആയിരിക്കും. അതായത് 1/2 അല്ലെങ്കിൽ 1/100 അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും. അതായത് വലുതായിട്ട് വലിയ റേഷ്യോ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ. എന്നാൽ സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു റേഷ്യോ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അതായത് 1/20,000 അല്ലെങ്കിൽ 1/2 lakhs എന്നൊക്കെ വലിയൊരു റേഞ്ച് ഡിഫറൻസ് നമ്മുടെ മാപ്പിലെ ഡയമെൻഷനും ഗ്രൗണ്ടിലെ ആക്ച്വൽ ഡയമെൻഷനും തമ്മിൽ വരുമ്പോഴാണ് അതിനെ നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് വിളിക്കുന്നത്. ഈ സ്മോൾ സ്കെയിൽ മാപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൺട്രീസിൻ്റെ ഒക്കെ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, കോണ്ടിനെൻസിൻ്റെ ഒക്കെ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ സ്മോൾ സ്കെയിൽസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ വരുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ 1:2 lakhs അങ്ങനത്തെ വലിയ വാല്യൂസ് ഒക്കെ ആയിരിക്കും സ്മോൾ സ്കെയിലിൽ വരുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു റേഷ്യോയുടെ വാല്യൂ, ആ 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് സ്കെയിൽ ഏതാണ് എന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ആദ്യത്തേത് 3 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 30 meters എന്നാണ് ആദ്യത്തെ ഓപ്ഷൻസ്. അപ്പോൾ ബാക്കിയെല്ലാം ന്യൂമറേറ്ററിലെല്ലാം 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. താഴോട്ട് 100 meter, 3000 meter, 3 × 10⁻⁴ meter. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് സ്മോളസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ഡി ആണ്. 3 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 3 × 10⁻⁴ meters. കാരണം ഏറ്റവും ഡിഫറൻസ് കൂടുതൽ വരുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരുന്നത് ഈ ഓപ്ഷൻ ഡിയിലാണ്. അപ്പോൾ അതാണ് ഏറ്റവും സ്മോളസ്റ്റ് സ്കെയിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബിഗസ്റ്റ് ഓഫ് ദ സർവേ ലൈൻ ഇസ് കോൾഡ് ഫസ്റ്റ് ലൈൻ, ബേസ് ലൈൻ, ടൈ ലൈൻ, മെയിൻ സർവേ ലൈൻ. ഓക്കെ, അപ്പോൾ ഫീൽഡ് മെഷർമെന്റ്സ് നമ്മൾ എടുക്കാൻ നേരം അതിൽ വരുന്ന കുറച്ച് ടേംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം.
മെയിൻ സ്റ്റേഷൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓർ ബിഗിനിങ് ഓഫ് എ സർവേ ലൈൻ. അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്കിപ്പം ഈ ഒരു പർട്ടിക്കുലർ ഏരിയ അത്രയും സർവേ ചെയ്തെടുക്കണം. അപ്പോൾ എടുക്കാൻ നേരം നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ സർവേ ലൈൻസിന്റെ എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ മെയിൻ സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ A, B, C, D, E, F ഇതെല്ലാം മെയിൻ സ്റ്റേഷൻസ് ആണ്. ഈ മെയിൻ സ്റ്റേഷൻസ് ആണ് നമ്മുടെ സർവേ ലൈൻസിന്റെ എൻഡ്സിൽ വരുന്നത്. അപ്പം ഇതാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമ്മുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സർവേ സ്റ്റേഷൻസും ഈ മെയിൻ സ്റ്റേഷൻസ് ആയിരിക്കും. ഇനി ഈ മെയിൻ സ്റ്റേഷൻസിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ മെയിൻ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ലൈൻ AB, BC, CD ഇതെല്ലാം മെയിൻ സർവേ ലൈൻസ് ആണ്. ഇനി അടുത്ത ഒരു ടേമാണ് ബേസ് ലൈൻ. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെയിൻ ലൈൻസിലെ ഏറ്റവും ലോങ്സ്റ്റ് ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്ന മെയിൻ ലൈൻസ് ഇപ്പോൾ AB, BC, CD, AD, DE ഇതിലെല്ലാം ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ ലൈൻ AD ആണ്. അപ്പോൾ ഈ ലോങ്സ്റ്റ് മെയിൻ ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ബേസ് ലൈൻ, ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിലെ ബേസ് ലൈൻ ഇസ് AD. ഇനി സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ്. എന്താണ് ടൈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഈ മെയിൻ ലൈൻസിൽ നമ്മൾ എടുക്കുന്ന കമ്പാരിറ്റീവ്ലി അത്ര പ്രോമിനൻ്റ് അല്ലാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ സബ്സിഡറി സ്റ്റേഷൻസ് ഓർ ടൈ സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിൻ സ്റ്റേഷൻസിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് വരത്തില്ല, ഈ മെയിൻ ലൈൻസിനുള്ളിലായിരിക്കും. അതായത് മെയിൻ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനുള്ളിൽ വരുന്ന സ്റ്റേഷൻസ് ആണ് ഈ സബ്സിഡറി സ്റ്റേഷൻസ്. These are stations on the main lines to run secondary lines for locating interior details. അപ്പോൾ ഈ ഒരു ഏരിയക്കുള്ളിലുള്ള ഇന്റീരിയർ ഡീറ്റെയിൽസിനെ അതിലേക്ക് സർവേ ചെയ്യാനായിട്ട് നമുക്ക് ഈ മെയിൻ ലൈൻസിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന പോയിന്റ്സ് ആണ് ഈ ടൈ സ്റ്റേഷൻസ്. ഈ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് നമ്മുടെ ടൈ ലൈൻസ് എന്ന് വിളിക്കുന്നത്, ഓർ സബ്സിഡറി ലൈൻസ്. Lines joining the tie stations to locate interior details away from the main chain lines. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു T1, T2 എന്നുള്ള ഒരു ടൈ ലൈനാണ്. അതായത് മെയിൻ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെയിൻ ലൈൻസിൽ എടുത്ത രണ്ട് പോയിന്റ്സ് ആണ് ഈ T1ഉം T2. അപ്പോൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് ഈ ടൈ ലൈൻ. അപ്പോൾ ഇങ്ങനെ സബ്സിഡറി പോയിന്റ്സ് അല്ലെങ്കിൽ സബ്സിഡറി ലൈൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്തിനാണ്? ഇന്റീരിയർ ഡീറ്റെയിൽസ്, ആ പ്ലോട്ടിനുള്ളിലുള്ള ഇപ്പം ഒരു മരമുണ്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ ഇന്റീരിയർ ഡീറ്റെയിൽസിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻ ലൈൻസിൽ നിന്ന് മാറി ഈ സബ്സിഡറി ലൈൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ. നമ്മുടെ സർവേയിങ്ങിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈൻസ് ആണ് ഈ ചെക്ക് ലൈൻസ്. ദീസ് ആർ ഡ്രോൺ ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദ സർവേ. അപ്പോൾ ഇതതിൻ്റെ കീവേഡാണ്. സർവേയിങ്ങിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈൻസ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ചെക്ക് ലൈൻസ് ഓർ പ്രൂഫ് ലൈൻസ് ആണ്. ഇനിയും അടുത്തത് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇന്റീരിയർ ഡീറ്റെയിൽസിലേക്കുള്ള ലാറ്ററൽ മെഷർമെന്റ്സ് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് ആണ് ഈ ഓഫ്സെറ്റ്സ്. These are lateral distance of a point from the survey line. ഇനി ഓഫ്സെറ്റ് തന്നെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഓഫ്സെറ്റ്സും ആകാം, ഇൻക്ലൈൻഡ് ഓർ ഒബ്ലിക് ഓഫ്സെറ്റ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് ബിഗ്ഗസ്റ്റ് ഓഫ് ദ സർവേ ലൈൻ ആണ്. അപ്പോൾ ഏറ്റവും ലെങ്ത് കൂടിയ സർവേ ലൈനെ നമ്മൾ ബേസ് ലൈൻ എന്നാണ് വിളിക്കുന്നത്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈൻ വിച്ച് ജോയിൻസ് ദ സബ്സിഡറി സ്റ്റേഷൻസ് ഓൺ ദ മെയിൻ ലൈൻ ഇസ് കോൾഡ്. അപ്പോൾ സബ്സിഡറി സ്റ്റേഷൻസ് അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആർ കോൾഡ് ടൈ ലൈൻസ് ഓർ സബ്സിഡറി ലൈൻസ്, ഓപ്ഷൻ എ. The base line is measured with metallic tape, steel tape, invert tape, chain. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും ലെങ്ത് കൂടിയ ലൈനാണ്. അതുകൊണ്ട് തന്നെ നല്ല ആക്യുറസിയിൽ വേണം ഈ ബേസ് ലൈൻ മെഷർ ചെയ്യാൻ. ഈ ബേസ് ലൈനിൻ്റെ ആക്യുറസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ്. അപ്പോൾ ഈ ഏറ്റവും ആക്യുറസിയിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യേണ്ടപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേപ്പാണ് ഈ ഇൻവെർട്ട് ടേപ്പ്. അപ്പോൾ എന്താണ് ഈ ഇൻവെർട്ട് ടേപ്പിൻ്റെ പ്രത്യേകത? ഇൻവെർട്ട് ടേപ്പ് ഒരു അലോയാണ്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, അതായത് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്ന അനുസരിച്ച് മെറ്റൽസിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പാൻഷൻ ഉണ്ടാകുന്ന റേറ്റ്
ഇൻവേർലിൻ്റെ കേസിൽ, ഇൻവേർ ടേപ്പിൻ്റെ കേസിൽ വളരെ കുറവാണ്. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് അനുസരിച്ച് ഈ ടേപ്പിന് വലിയ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും ഉണ്ടാകുന്നില്ല, തീരെ ചെറിയ വാല്യൂലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് ഇൻവേർ ടേപ്പ് യൂസ് ചെയ്ത് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവേയിങ് ചെയ്യാൻ നേരം ഈ ബേസ് ലൈനിൻ്റെ മെഷർമെൻറ്റ് ആയിരിക്കണം നമ്മൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഏത് ടേപ്പ് വെച്ചാണ് എടുക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ആൻസർ വിൽ ബി ഇൻവേർ ടേപ്പ്. കാരണം ഏറ്റവും പ്രിസൈസ് ആയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ ഇൻവേർ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, a 30 meter long chain when tested should not show error exceeding plus or minus 2 mm per meter and plus or minus 5 mm overall length, plus or minus 3 mm per meter and plus or minus 8 mm overall length, plus or minus 2 mm per meter and plus or minus 8 mm overall length, plus or minus 5 mm per meter and plus or minus 2 mm overall length. ഓക്കെ, ഇത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓരോ ലെങ്ത്തിലുള്ള ചെയിൻ്റെ കേസിൽ നമ്മൾ ഓരോ പെർമിറ്റഡ് എറർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം നമ്മൾ 1 മീറ്റർ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പെർമിറ്റഡ് പ്ലസ് ഓ മൈനസ് 2 mm എററാണ്. 5 മീറ്റർ മെഷർ ചെയ്യാൻ നേരം പ്ലസ് ഓ മൈനസ് 3 mm എറർ വരാം. ഇനി 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ പ്ലസ് ഓ മൈനസ് 5 mm എറർ പെർമിറ്റഡ് ആണ്. 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ പ്ലസ് ഓ മൈനസ് 8 mm എറർ പെർമിറ്റഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എറർ വരുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ടെമ്പറേച്ചർ സ്ട്രെസ് കാരണമൊക്കെ നേരത്തെ പറഞ്ഞ കൂട്ട് കുറച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ഈ മെറ്റീരിയലിന് സംഭവിക്കാം. അത് കാരണമാണ് നമുക്ക് ഈ ചെറിയൊരു എറർ വരുന്നത്. അപ്പോൾ ഇത്രയും ലിമിറ്റിനുള്ളിൽ എറർ ആണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് പെർമിറ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് 30 മീറ്റർ ലോങ് ചെയിൻ ആണ്. ഇപ്പോൾ 30 മീറ്റർ ലോങ് ചെയിന് ഓവറോൾ നമ്മൾ എക്സ്പാൻഷൻ പെർമിറ്റഡ് പറഞ്ഞിരുന്നത് 8 പ്ലസ് ഓ മൈനസ് 8 mm ആണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻസ് തന്നപ്പോൾ അതിൽ 1 മീറ്ററിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 മീറ്ററിൽ പെർ മീറ്റർ നമ്മൾ പെർമിറ്റഡ് ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് 2 mm ഓവറോൾ 30 മീറ്റർ ലെങ്ത്തിൽ പ്ലസ് ഓ മൈനസ് 8 mm ആണ് നമുക്ക് എറർ പെർമിറ്റഡ് ആയിട്ട് ഉള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു ടോപ്പിക്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ? 600-ലധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. മെക്കാനിക്കൽ ആൻഡ് സിവിൽ ടോപ്പിക്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ കഴിഞ്ഞ ഓവർസിയർ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ടെക് PSC നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായി എത്തിയിരിക്കുന്നു. ഓവർസിയർ ഗ്രേഡ് 3 തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ടെക് PSC ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.